ഹായ്, ഞാൻ നിഷ കെ വി. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അവൾക്കൊപ്പം എന്ന ഹാഷ്ടാഗിൽ ഒരു വീഡിയോ 2 ദിവസം മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. അതിൻ്റെ താഴെ വന്ന വളരെ മോശമായ രീതിയിൽ കുറേ മാന്യന്മാരും കുറേ ഫേക്ക് ഐഡിയിലെ വ്യക്തികളും വന്ന് വളരെ മോശമായ രീതിയിലുള്ള കമൻറ്റുകൾ ഇടുന്നുണ്ട്. കുറേയൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു, കുറേയൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തു, കുറേയൊക്കെ കണ്ടില്ലെന്ന് നടിക്കുന്നു. ഇതുപോലെ സ്ത്രീകൾ സ്വന്തം അഭിപ്രായം പറഞ്ഞ് രംഗത്തേക്ക് വരുമ്പോൾ അതിനെ പ്രതികരിക്കുക എന്ന് തോന്നുന്ന ഒരു കൂട്ടം മാനസികമായ രോഗികളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അവർക്ക് ഒറ്റ ചിന്തയേ ഉള്ളൂ, അവരുടെ മുകളിലേക്ക് സ്ത്രീകൾ വരാൻ പാടില്ല. അത് ചിന്ത കൊണ്ടാണെങ്കിൽ പോലും പ്രവൃത്തി കൊണ്ടാണെങ്കിൽ പോലും ഒരു അവരെപ്പോലെ ചിന്തിക്കുന്ന പുരുഷന്മാരുടെ മുകളിലേക്ക് സ്ത്രീകൾ വരാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം മൃഗങ്ങളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. എന്ത് തോന്നിവാസവും സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ചു പറയാം എന്നാണ് അവരുടെ വിചാരം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ആ വീഡിയോ ചെയ്യാനും വേണം ഒരു മനക്കരുത്. അത് നിങ്ങൾക്കില്ലാതെ സ്ത്രീകളൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് വായ തോന്നുന്ന തെറികളെല്ലാം വിളിച്ച് പറയുക എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ കാണുന്നവർക്ക് നിങ്ങളുടെ ഐഡൻറ്റിറ്റിയാണ് വെളിപ്പെടുന്നത് എന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലാക്കുക. നിങ്ങൾ പറയുന്ന അതേ രീതിയിൽ പറയാൻ എനിക്കറിയാം, മറ്റുള്ളവർക്കും അറിയാം. നിങ്ങൾ ചെയ്യുന്നത് പോലെ ചെയ്യാൻ മറ്റുള്ളവർക്കും പറ്റും, എനിക്കും പറ്റും. പക്ഷെ അത് ചെയ്യാത്തത് ഓരോരുത്തരുടെ മാന്യത കൊണ്ടാണ്, അല്ലാതെ കഴിവില്ല എന്നിട്ടല്ല. മനസ്സിലായോ? നിങ്ങൾ ഈ മറ്റുള്ളവരുടെ സ്ത്രീകളുടെ പോസ്റ്റിൽ പോയി മോശമായ തെറി അഭിഷേകം നടത്തുന്ന നേരത്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിക്ക് അനുകൂലിച്ച് കുറേ വീഡിയോകൾ ചെയ്യുക. അതല്ലേ ഹീറോയിസം. അല്ലാതെ ഇതുപോലെ മറ്റുള്ള ആളുകളെ അവരുടെ വീഡിയോയ്ക്ക് താഴെ അവരുടേതായ അഭിപ്രായങ്ങൾ പറയുമ്പോൾ, ഇപ്പോൾ ഞാൻ എൻ്റെതായ അഭിപ്രായങ്ങൾ എൻ്റെ വീഡിയോയിലൂടെ പറയുമ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് ഇത്രയും മോശമായ രീതിയിൽ കമൻറ്റുകൾ ഇട്ടിട്ട് നിങ്ങൾക്കൊരു മനസ്സുഖം കിട്ടുന്നുണ്ടാവും. പക്ഷേ എൻ്റെ മനസ്സുഖം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെറ്റുകൾക്കെതിരെ പ്രതികരിക്കുക എന്നുള്ളതാണ് എൻ്റെ മനസ്സുഖം. അനീതി കണ്ട ഞാൻ എതിർക്കും. അതിപ്പോൾ എവിടെയാണെങ്കിലും. എൻ്റെ പോസ്റ്റിന് താഴെ വന്നിട്ട് കുറച്ച് പേര് ചോദിച്ചു, എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങൾ ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, അപ്പോഴൊന്നും ഈ വീഡിയോ ചെയ്യാനുണ്ടായിരുന്നില്ലല്ലോ. എൻ്റെ വീഡിയോ എന്നെക്കുറിച്ചും അറിയാത്ത ആളുകളാണ് നിങ്ങൾ പറയുന്നത്. ഞാനൊരു കാലഘട്ടത്തിൽ 2016 മുതൽ വീഡിയോകൾ ചെയ്ത് വളരെ ശക്തമായി പ്രതികരിച്ചു കൊണ്ടിരുന്ന ആൾ തന്നെയായിരുന്നു ഞാൻ. അങ്ങനെ പ്രതികരിച്ച് ഒടുവിൽ മുഖ്യമന്ത്രിക്കെതിരെയും ഞാൻ പ്രതികരിച്ചു. 2018 ഒരു ന്യൂസിനെതിരെ, അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസുകൾ അവരുടെ വസതികൾ മോടി പിടിപ്പിക്കാനായിട്ട് ഒരു 84 ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചു എന്ന് പറഞ്ഞൊരു വാർത്തയുണ്ടായിരുന്നു. അതിനെതിരെ ശക്തമായി ഞാൻ പ്രതികരിച്ചിരുന്നു. അത് സൈബർ പോരാളികൾ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വളരെ ചർച്ച ചെയ്യും. അതായത് ഞാൻ അന്ന് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു. ഒരു ഓട്ടോ ലേഡിയെ അവരുടെ സ്വന്തം അഭിപ്രായത്തിന് സോഷ്യൽ മീഡിയയിൽ സൈബർ പോരാളികൾ അറ്റാക്ക് ചെയ്യുമെന്നും പറഞ്ഞായിരുന്നു വാർത്തയും ന്യൂസൊക്കെ സോഷ്യൽ മീഡിയയിൽ. അങ്ങനെ CPM-ൽ എനിക്കെതിരെ കമൻ്റ് ഇട്ട കുറേ ആളുകളുടെ ഫോട്ടോ സഹിതം എടുത്ത് സോഷ്യൽ മീഡിയയിൽ വാർത്തയിൽ വന്നു. അതിൽ വാർത്തയിൽ വന്ന ഒരാളാണ് എൻ്റെ ഇന്നത്തെ ഭർത്താവ്. മനസ്സിലായോ? അപ്പോൾ ഒരുപാട് സൈബർ പോരാളികളുടെ തെറിയും ചീത്തയും കേട്ടിട്ടുമുണ്ട്, അങ്ങോട്ടും അതേ അളവിൽ കൊടുത്തിട്ടുണ്ട്. അതിലൊരു സൈബർ പോരാളിനെ ഞാൻ കല്യാണം കഴിച്ചെന്ന് കുടുംബമായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പോൾ നിൻ്റെ ഒന്നും തെറി എൻ്റെ രോമത്തിൽ ഏൽക്കില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കുക. പിന്നെ ഇതുപോലെ എന്നെപ്പോലെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ ചിലത് നെഗറ്റീവ് കമൻറ്റുകൾ കേൾക്കുമ്പോൾ തളർന്നു പോകുന്ന വ്യക്തികളുണ്ടാവും. നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളൂ, നമ്മുടെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യുക. ഇതുപോലുള്ള ഞരമ്പന്മാരുടെ കമൻറ്റുകൾക്കോ തെറിവിളികൾക്കോ ഒന്നും താഴ്ന്നു കൊടുക്കാതിരിക്കുക. അതിനൊന്നും ആവശ്യമില്ല. ഇതൊക്കെ DNA ആണ്, അവന്മാരുടെ രക്തത്തിലുള്ളതാണ് അത് തളച്ചു പൊങ്ങുന്നത്. അത് സ്ത്രീ ഒരിക്കലും പുരുഷൻ്റെ മുകളിൽ വരാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം മാനസിക രോഗികളാണ്. അവർക്ക് സ്ത്രീകൾ ഒരു രീതിയിലും ഒരു വാക്കുകൾ കൊണ്ട് പോലും ആരെ സപ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ ഒന്ന് സംസാരിക്കുന്നതോ അവരെ സംബന്ധിച്ച് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള മാനസിക രോഗികൾക്കുള്ള മറുപടി എന്ന് വെച്ചാൽ കണ്ടില്ല എന്ന് നടിക്കുക എന്നുള്ളതാണ്. ഇവർക്കൊന്നും മറുപടി ഇപ്പോൾ ഇവരൊന്നും അർഹിക്കുന്നില്ല. അത് ഇവരുടെ രോഗമാണ്, ഒരു വൈകല്യമാണ്. അത് ചികിത്സിച്ച് ഭേദാക്കാൻ പറ്റുന്ന കാര്യമില്ല. അത് നല്ല അടി വേണം, നല്ല അടി കിട്ടി നേരെയാവുന്നൊരു കാര്യമാണ്. നല്ല കിട്ടേണ്ട പോലെ അടി കിട്ടിയാൽ നേരെയാവും. പിന്നെ നീയൊക്കെ ഈ പേട്ടനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ വീഡിയോ ഇടാൻ നേരത്ത് അവൻ വരെയും
ഇത്രയും വലിയ കുറ്റകൃത്യം ചെയ്തിട്ട് പോലും രക്ഷപ്പെട്ട് പുറത്ത് വന്നു. അപ്പം നിനക്കൊക്കെ എന്തും ആവാൻ തോന്നുന്നത് ഇതിൽ നിന്നാണ്. മനസ്സിലായോ? സ്ത്രീകൾക്കെതിരെ എന്ത് തെറ്റ് ചെയ്താലും ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നിയമത്തിൽ ഒരു ശിക്ഷയും ഇല്ല. എന്തും ആവാം എന്നുള്ളൊരു ഇത് ഉണ്ടാക്കി തന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നിയമവ്യവസ്ഥ. അപ്പം നിനക്കൊക്കെ എന്തും ആവാം. ഇതല്ല, ഇതിൻ്റെ അപ്പുറം ആവാം. ഒരിപ്പോൾ കേസ് വന്നാലെന്താ, ജാമ്യത്തിലിറങ്ങി പുറത്തേക്ക് വരാം, അല്ലെങ്കിൽ ഫൈൻ കെട്ടിയാൽ മതി. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ നിയമവ്യവസ്ഥ. അപ്പം അതുകൊണ്ട് എന്തൊക്കെ വേണമെങ്കിലും കാട്ടിക്കൂട്ടാം. ഒരാളുടെ വീഡിയോ ഞാൻ കണ്ടിരുന്നു, ജയിലിൽ കിടക്കുന്ന ആളുകളുടെ. ജയിലെന്ന് പറയുന്നതും വാഴക്കൊല കാക്കുന്നവനും പോക്കറ്റ് അടിക്കുന്നവനും കള്ളനും ഒക്കെ ഉള്ളതാണ്. അല്ലാതെ ഇതുപോലെ സ്ത്രീകളെ പീഡിപ്പിക്കുന്നവനോ അല്ലെങ്കിൽ കൊലപാതകം നടത്തുന്നവനോ ഉള്ളതല്ല ജയില്. ആ സത്യം ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നീയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കുക, കൂടുതൽ കയറി ചൊറിഞ്ഞാൽ അങ്ങോട്ട് കയറി മാന്തും. അപ്പം എന്നെയും കൊണ്ട് വെറുതെ മാന്തിക്കാൻ നിൽക്കരുത്, അതായിരിക്കും നല്ലത്. അപ്പോൾ ശരിയാണ്.